ദുരന്ത നിവാരണ സേന TDRF വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ജീവൻ രക്ഷാ പരിശീലനം നൽകി. പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങ് കൊണ്ടോട്ടി ഡിവൈഎസ്പി പി ഷിബു ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ നന്മയ്ക്ക് സ്തുത്യർഹ സേവനങ്ങൾ ചെയ്യുന്ന താലൂക്ക് ദുരന്ത നിവാരണ സേന വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഏകദിന ജീവൻ രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചത്. 100-ലേറെ പേർ പങ്കെടുത്ത പരിശീലനം കൊണ്ടോട്ടി ഡിവൈഎസ്പി ഷിബു പി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടി തഹസിൽദാർ കെ ബാലരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 2024 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ ഡിവൈഎസ്പി ഷിബുവിനെ TDRF സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിയാബ് മൊമെന്റോ നൽകി ആദരിച്ചു. റിട്ടയർഡായ കൊണ്ടോട്ടി തഹസിൽദാർ പി അബൂബക്കറിനെ താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ 2024 അഗ്നിരക്ഷാ സേവാ മെഡൽ കരസ്ഥമാക്കിയ മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് പാമ്പലത്തിനും TDRF ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വയനാട് ദുരന്ത ഭൂമിയിൽ സേവനം ചെയ്ത മലപ്പുറം ജില്ലാ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹി EKT ഖാദർ ബാബു ബെയിലി പാലം നിർമ്മാണത്തിലും ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിലും സജീവ പങ്കാളിത്തം വഹിച്ച TDRF ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബ്, കോഴിക്കോട് ജില്ലയിലെ TDRF പ്രവർത്തനത്തിന് കരുത്തു പകരുന്ന മഠത്തിൽ അബ്ദുൽ അസീസ്, മതസൗഹാർദ്ദത്തിന് മാതൃക തീർത്ത എടവണ്ണപ്പാറ KM റസാഖ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. 1ാം-ഘട്ട ജീവൻ രക്ഷാ പരിശീലനം മുഹമ്മദ് മുണ്ടബ്ര ക്ലാസ് എടുത്തു. അപകട ദുരന്തങ്ങളെ നേരിടുന്നതിനെയും കുഴഞ്ഞു വീണാൽ പരിക്കു പറ്റിയാൽ, പാമ്പുകടിയേറ്റാൽ, തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങിയാൽ തുടങ്ങി നിത്യജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങളെ എങ്ങനെ നേരിടണമെന്നും പരിശീലനം നൽകി. ചടങ്ങിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഴിമുള്ളി ഗോപാലൻ, അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ KT ഉമ്മു സൽമ, കൊണ്ടോട്ടി താലൂക്ക് വളണ്ടിയർ ക്യാപ്റ്റൻ സൽമാനുൽ ഫാരിസ്, ഷബീർ മപ്രം, അൽജമാൽ നാസർ, കരീം എളമരം, ബാബു കഴിയാത്തൻകുഴി, അബ്ദുൽ നാസർ വട്ടപ്പാറ, സലീം മപ്രം തുടങ്ങിയവർ സംസാരിച്ചു. 2ാം-ഘട്ട ഫയർഫോഴ്സ് പരിശീലനം ഓഗസ്റ്റ് 25 ഞായറാഴ്ച എടവണ്ണപ്പാറയിൽ നടക്കും. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.